വിഷ്ണു, ലതിക വീട്ടിലേക്ക് പോയി. എന്നാലും നീ പറഞ്ഞത് ഇത്തിരി കടുത്ത വാക്കുകളായിപ്പോയി. ഓഹോ, ഞാൻ പറഞ്ഞതാണ് തെറ്റല്ലേ? എന്റെ ബലമായ വിശ്വാസം ലതിയെ കൊണ്ട് ആരെങ്കിലും ഈ കള്ളങ്ങളൊക്കെ പറയിച്ചതായിരിക്കും എന്നാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജോഡി കറക്റ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി അങ്ങനെ കള്ളങ്ങൾ പറയിച്ചതായിക്കൊള്ളുന്നുണ്ടോ? വീട്ടിൽ പോകണമെന്ന് വാശി പിടിച്ചപ്പോ ഞാൻ തന്നെയാ പൊക്കോളാൻ പറഞ്ഞത്. എനിക്കറിയാം നിന്റെ മനസ്സ്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കുറച്ചു ദിവസം കഴിയുമ്പോ നീ തന്നെ ലതിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരില്ല. ഇത്രയും വലിയൊരു തെറ്റ് ക്ഷമിക്കാനും മാത്രം വിശാല ഹൃദയനൊന്നും അല്ല ഞാൻ. ഇക്കാര്യത്തിൽ എന്റെ വാക്ക് അവസാനത്തേതാണ്. ഇതിലൊരു കോംപ്രമൈസിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. എക്സ്ക്യൂസ് മീ സർ, ഒരു കാര്യം അറിയിക്കാനുണ്ടായിരുന്നു. എന്താ? ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു ഈ മാസം 27-ന്. സാറ് തീർച്ചയായും വരണം. ഷുവർ. ഒറ്റയ്ക്ക് വന്നാ പോരാ, മിസ്സസിനെയും കൂട്ടി വരണം. കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. വൈഫുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തീർത്തൂടെ സാർ? ഓഫീസ് വർക്ക് ധാരാളം പെൻഡിംഗ് ഉണ്ടല്ലോ. യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. ഈ ഇൻവിറ്റേഷൻ തരേണ്ടത് പോലും ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ട് വേണമായിരുന്നു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യൂട്ടോ, ഞാനിപ്പോ വരാം. ഇന്നെന്താ ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോന്നു. എന്ത് പറ്റി? ഇല്ല, ഒന്നുമില്ല. വിഷ്ണുവിനെ കണ്ടത് ഏതായാലും നന്നായി. ലതികയുടെ വിവരം പറഞ്ഞിട്ട് പോകാന്നാ കരുതിയത്. ലതിക വിളിക്കൂ. നേരിട്ട് പറയേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. അവളെ വിളിക്കൂ. മാഷപ്പോ വന്നു. ഞാൻ ഇപ്പോഴിങ്ങോട്ട് വന്ന് കയറിയുള്ളൂ. സുധേ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ട് ഞായറാഴ്ച വരണു. അപ്പൊ ആ വിവരം ഒന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി വന്നതാ. ലതിക വിളിക്കൂ. ലതിക ഇവിടെ ഇല്ല മാഷെ. ഇല്ലേ? പിന്നെ വിഷ്ണുവിന്റെ ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുക. 3-4 ദിവസം കഴിഞ്ഞ് മടങ്ങി വരൂ. അപ്പൊ പെണ്ണ് കാണലിന്? അത് സാരമില്ല മാഷെ, ഞായറാഴ്ചയല്ലേ. വിഷ്ണു ലതിയും കുട്ടി അങ്ങോട്ട് വന്നോളും. അല്ലേ വിഷ്ണു? ശരി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ലതികയുടെ അമ്മാവനെയും കൂടെ കണ്ട് വിവരം പറഞ്ഞിട്ട് വേണം പോവാൻ. അല്ല, ഇതുവരെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ. ആദ്യം ഇവിടുന്ന് എപ്പ വേണമെങ്കിൽ കുടിച്ചൂടെ? പിന്നെ ഇത്തവണ ഒരു കാര്യം, നിങ്ങൾ അവിടെ വന്നാൽ വീട്ടിൽ ഒരാഴ്ചയെങ്കിലും താമസിച്ചിട്ട് വേണം ഇങ്ങോട്ട് പോരാൻ. അങ്ങനെ ചില നാട്ടുനടപ്പും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട്. അല്ല, ഒരാഴ്ചയല്ല മാഷെ, 2 ആഴ്ച നിൽക്കും. എന്താ വിഷ്ണു? എന്നാ പിന്നെ പറഞ്ഞ പോലെ. അപ്പോ ശനിയാഴ്ച വൈകുന്നേരം തന്നെ ഇവരെ അവിടെ എത്തിക്കണം. ആ ഉത്തരവാദിത്വം ഞാൻ കൃഷ്ണൻകുട്ടി ഏൽപ്പിക്കും. അപ്പൊ ഞാൻ വരട്ടെ. ശരി. ആകെ കുഴപ്പമായല്ലോ. ലതിക വീട്ടിൽ ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇനി വല്ല അവിവേകം കാണിച്ചിരിക്കോ? ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയാൻ ഇനി ബുദ്ധിമുട്ടാണെന്നൊക്കെ വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്ന രീതിയിൽ പറയുമ്പോഴേ ഞാൻ കരുതിയതാ. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? നീ പറയുന്ന കേട്ടാ തോന്നുന്നു എല്ലാം എന്റെ കുറ്റമാണെന്ന്. ഒച്ച കള്ളം പറഞ്ഞ് എന്നെ പറ്റിച്ചതും പോരാ. ഇനി വല്ലവരും തട്ടിക്കൊണ്ട് പോയതാണോ, വഴിതെറ്റി പോയതാണോ? ഈ സിറ്റി ഒന്നും അത്ര വലിയ പരിചയമില്ലാത്തതാ. പാവം. ഇനി അഥവാ വല്ല കടുങ്കയും ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നീ കമ്പേഴി എന്നെ അകത്ത് കിടന്നു തന്നെ ഓർമ്മിച്ചോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ കടവെടുക്കുന്നില്ലേ? സിസ്റ്റർ വീട്ടിലെത്തിയിട്ടില്ല എന്ന് അറിഞ്ഞപ്പോ വിഷ്ണുവിന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. വെറുപ്പും ദേഷ്യവും ഒക്കെ മാറി വേണ്ടപ്പെട്ടവരെ മിസ് ചെയ്യുമ്പോഴുള്ള ഒരു നഷ്ടബോധം. അതിന്റെ അർത്ഥം എന്താ? അവന് സിസ്റ്ററിനോട് സ്നേഹമുണ്ടെന്ന്. ഈ ടെൻഷൻ നമ്മൾ കൂട്ടി കൂട്ടി പീക്കിൽ എത്തിച്ചിട്ട് എല്ലാം തുറന്നു പറയുന്നു. അതുവരെയൊക്കെ കാര്യങ്ങൾ എത്തിക്കണോ? ഇപ്പൊ തന്നെ എല്ലാം പറയുന്നല്ലേ നല്ലത്. പാടില്ല. ഈ മദ്യപാനികളെ ഒറ്റയടിക്ക് മദ്യപാനം നിർത്താൻ ഡോക്ടേഴ്സ് സമ്മതിക്കാറില്ല. ബോഡി സിസ്റ്റം തന്നെ തകരാറിലാകും എന്ന് പറഞ്ഞതുപോലെയാ വിഷ്ണുവിന്റെ കാര്യവും. ഒറ്റയടിക്ക് എല്ലാം അറിഞ്ഞാൽ അവന് വട്ടായി പോവും. പടിപടിയായി പ്ലാൻ ചെയ്താൽ എല്ലാ കണ്ടീഷൻസും പിൻവലിച്ചുകൊണ്ടുള്ള ഒരു റീയൂണിയൻ നടക്കും. സിസ്റ്റർ എന്താ ആലോചിക്കുന്നത്?
സാർ വിഷ്ണുവേട്ടന് വളരെ മുമ്പേ വിഷ്ണുവേട്ടനെ അറിയിക്കേണ്ടിയിരുന്ന സത്യങ്ങളാണ് ഈ കത്തിലുള്ളത്. പലവട്ടം പറയാൻ ഒരുങ്ങിയതാണ്, പക്ഷേ സാഹചര്യങ്ങൾ എന്നെ അനുവദിച്ചില്ല. മുജ്ജന്മ പുണ്യം പോലെ ലഭിച്ച ഈ ജീവിതം അതെനിക്ക് തന്ന വിഷ്ണുവേട്ടനെ ഞാൻ ചതിക്കുകയായിരുന്നു. ഭാവി വധുവിന് ഉണ്ടായിരിക്കണമെന്ന് വിഷ്ണുവേട്ടൻ ആഗ്രഹിച്ചിരുന്ന ഗുണഗണങ്ങൾ എനിക്കുണ്ടെന്ന് ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്റെ ജോലി പെർമനന്റ് ആയി കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇന്ദുവും കൃഷ്ണൻകുട്ടിയും അങ്ങനെയായിരുന്നു എന്നെ ധരിപ്പിച്ചത്. അവരുടെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ വേറെയായിരുന്നു എന്നത് നമ്മുടെ വിവാഹരാത്രിയിലാണ് ഞാൻ അറിയുന്നത്. സങ്കല്പത്തിലെ എല്ലാ ഗുണഗണങ്ങളും ഒത്തുചേർന്ന പെൺകുട്ടിയും കാത്തിരിക്കുന്ന വിഷ്ണുവേട്ടന്റെ മുമ്പിലേക്ക് വരാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഒരിക്കൽ കൂടി ഞാൻ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി. പിന്നീട് എന്തുകൊണ്ട് ഇതെല്ലാം തുറന്നു പറഞ്ഞില്ല എന്ന് ചോദിക്കാം. പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ എനിക്ക് നഷ്ടപ്പെട്ടാലും അതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഇപ്പൊ എന്റെ മനസ്സിലെ ഭാരം കുറഞ്ഞിരിക്കുന്നു. സുഖവും സമാധാനവും എന്നും വിഷ്ണുവേട്ടൻ ഉണ്ടാവണമെങ്കിൽ ഞാൻ പോയേ പറ്റൂ. വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ നിന്നും ദൂരേക്ക്, വളരെ ദൂരേക്ക് എന്നും വിഷ്ണുവേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം ലതിക.